ഹായ് കൂട്ടുകാരെ, ശ്രീമൂസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കോഴിക്കൂടും അതുപോലെ തന്നെ കോഴിക്കൂടിൻ്റെ പരിസര ഭാഗങ്ങളും ഞാൻ എങ്ങനെയാണ് വൃത്തിയായി സൂക്ഷിക്കുന്നതെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ നല്ല മരത്തിൻ്റെയും അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗങ്ങളിൽ നെറ്റും ഉള്ള കൂടുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ വേറെ വാങ്ങിയതല്ല, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന വേസ്റ്റ് മരക്കഷ്ണങ്ങളും അതുപോലെ തന്നെ നെറ്റ് നമ്മൾ മേടിച്ചതാണ്. കുറഞ്ഞ റേറ്റിന് നെറ്റ് വാങ്ങിയിട്ടാണ് നമ്മൾ കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് കൂട്. നമുക്കിവിടെ 3 കൂടുണ്ട്. ആ 3 കൂടുകളും നമ്മൾ ഒരേ മോഡലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പല വലിപ്പത്തിൽ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇതിപ്പം ഈ കാണുന്ന കൂട് ജസ്റ്റ് വേറൊരു കൂടാണ്. അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മേലെ കയറ്റി വെച്ചു എന്നുള്ളൂ. പിന്നെ കണ്ടില്ലേ, കോഴികൾ അതിൻ്റെ അകത്തുനിന്ന് ചിക്കി ചെറിയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടിനുള്ളിൽ മണ്ണും പൊടികളൊക്കെ നല്ല രീതിയിൽ നിരത്തി വൃത്തിയാക്കി കൊടുക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ അറക്കപ്പൊടി അതുപോലെ ഉമ്മിയൊക്കെ വിതറി കൊടുക്കുന്നത്. അത് നല്ലത് തന്നെയാണ്. എങ്കിലും ഞാനിവിടെ ചെയ്യുന്നത് ഈ എന്താ പറയുക, കണ്ടില്ലേ ഉള്ളിൽ ഫുള്ള് മണ്ണാണ് കിടക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ആദ്യമൊന്നും നമ്മൾ ഈ കോഴികളെ ഇത്രയൊന്നും വളർത്താത്തൊരു സമയം ഉണ്ടായിരുന്നു. ഒരു 2-3 കോഴിയൊക്കെ ഉള്ള സമയത്ത് ഈ കൂടിൻ്റെ അടിഭാഗം വെറും മരത്തിൻ്റെ കഷ്ണങ്ങൾ മാത്രമായിരുന്നുള്ളൂ. പക്ഷേ അത് നമുക്ക് വളരെ നഷ്ടം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഴികൾ നിൽക്കുമ്പം ചിലപ്പം വേറെ എന്തെങ്കിലും ഈ മരപ്പട്ടി പോലുള്ള സാധനങ്ങളൊക്കെ വന്നിട്ട് നമ്മളെ കൂടിൻ്റെ അടിയിൽ കൂടെ ഇതിൻ്റെ കാല് വലിച്ചെടുക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നങ്ങൾ വന്നിരുന്നു. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അടിഭാഗത്ത് പരന്നിട്ടുള്ള നല്ല പലക കഷ്ണങ്ങളും അതുപോലെ ഫ്ലൈവുഡിൻ്റെ കഷ്ണങ്ങളൊക്കെ അടിച്ചിട്ട് ഈ മണ്ണ് നല്ല രീതിയിൽ നിരത്തി കൊടുത്തിട്ടാണ് നമ്മൾ കോഴികളെ അതിനകത്തേക്ക് ഇട്ടേക്കുന്നത്. അപ്പം ഇത് കണ്ടില്ലേ, പുറം ഭാഗമൊക്കെ കണ്ടില്ലേ മറച്ചിട്ട്. പിന്നെ സൈഡ് ഭാഗവും ഫ്രണ്ട് ഭാഗവും നമ്മൾ നെറ്റടിക്കുക. അങ്ങനെ വായുസഞ്ചാരമുള്ള കൂടാക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അങ്ങനെ ചെയ്തില്ലെങ്കിലുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ചിലപ്പം ഈ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്ന് ചത്തു പോകാനുള്ള ചാൻസൊക്കെ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അനുഭവം ഉള്ളതാണ്. ചെറിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ചത്തുപോയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ കോഴികളൊക്കെ ഇങ്ങനെ മഴ നനഞ്ഞ് വരിക, ഇനി മഴക്കാലമാണല്ലോ വരാൻ പോകുന്നത്, മഴ നനഞ്ഞ് വരിക, അതുപോലെ തന്നെ ഇവർ കാഷ്ടിക്കുക, അതൊക്കെ വലിയൊരു പ്രശ്നം തന്നെയാണ്. ആ കാഷ്ടിക്കുന്നതും ഈ മഴവെള്ളം നനഞ്ഞ് വരുന്നതൊക്കെ ഈ മണ്ണിലേക്ക് അബ്സോർബ് ചെയ്ത് വെക്കും. അപ്പോൾ ഇവർക്ക് അസുഖങ്ങൾ വരുന്നതൊക്കെ ഒരുപാട് കുറയാനും ചാൻസ് ഉണ്ടാവും. അപ്പം കൂട് നന്നായാലല്ലേ കോഴികളും നന്നാവുള്ളൂ. അപ്പം നമ്മൾ അതിനനുസരിച്ച്, അപ്പോൾ ഇത്രയൊക്കെ കോഴിക്കൂട് വൃത്തിയാക്കുന്നതിനെ പറ്റി പറയാനുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.